പണിക്കർജി പൊളിക്കുമ്പോൾ ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന് ആദ്യം മുതലേ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ പല ആൾക്കാരും ഞാൻ അദ്ദേഹത്തിന്റെ ബന്ധുവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയുകയുണ്ടായി. പക്ഷേ ആദ്യ അവസരം മുതൽ സത്യം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയും വളരെ പണ്ഡിതോചിതവും നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായി കാര്യങ്ങൾ അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ. ഈ വീഡിയോയുടെ അടിസ്ഥാനം രണ്ട് വാർത്തകളാണ്. ഒന്ന് ശ്രീ ശ്രീജിത്ത് പണിക്കറുടെ വീഡിയോ, രണ്ട് മാതൃഭൂമി അടക്കമുള്ള എല്ലാ മുഖ്യധാരാ ചാനലുകളിലും വരുന്ന വീഡിയോ. തന്ത്രിയോട് പ്രതികാരം ചെയ്തതാണ്, യുവതി പ്രവേശനം തടഞ്ഞതിനു വേണ്ടി ശബരിമല തന്ത്രിയോട് പ്രതികാരം ചെയ്തതാണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യവും വാദവുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോടതിയിൽ എഴുതി നൽകപ്പെട്ട അദ്ദേഹത്തിന്റെ വാദങ്ങളുടെ ഭാഗമായി അദ്ദേഹം കൊടുത്തതാണ്. അതോടൊപ്പം കോടതി പറഞ്ഞിരിക്കുന്നത് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ അയോട്ട് ഓഫ് എവിഡൻസ് ഇല്ല. ഓർക്കുക, കടുക് മണിയോളം പോലും എവിഡൻസ് ഇല്ലാതെയാണ് SIT/PIT പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല തന്ത്രിയെ കുടുക്കിയത്. ഞാൻ മതസൗഹാർദ്ദവാദിയാണ്, ഗാന്ധിയനാണ്. എന്നാൽ എല്ലാ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചോദിച്ചോട്ടെ, നമ്മുടെ ഏതെങ്കിലും സഹോദര സമുദായത്തിന്റെ, മുസ്ലിം സഹോദരങ്ങളുടെയോ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെയോ ഒരു മൗലവിയോ പള്ളിയിലച്ഛനെയോ ഇതേപോലൊരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുമോ? ശബരിമല തന്ത്രിക്കെതിരെ കടുക് മണിയോളം പോലും എവിഡൻസ് ഇല്ലാതെ SIT ചെയ്ത ഈ കള്ളത്തരം CPM-നെതിരെ ചോദ്യങ്ങൾ വരുമ്പോൾ CPM-നെതിരെയുള്ള ചോദ്യങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 40 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. അദ്ദേഹം പൊട്ടിക്കരയുണ്ടായി പലതവണയും. ഇത് അദ്വൈതം എന്ന സിനിമയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്വൈതം സിനിമയിൽ തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കുന്ന രംഗങ്ങളുണ്ട്. അതായത് CPM-വുമായി ബന്ധപ്പെട്ടവർ തിരുവാഭരണം മോഷ്ടിക്കുകയും തിരുവാഭരണം മോഷണത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന രംഗമുണ്ട്. തിക്കുറിശി സുകുമാരൻ നായരാണ് മോഹൻലാലിന്റെ ആ സിനിമയിൽ അഭിനയിച്ചത്. യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയെ അതേപോലെ കുടുക്കിയതാണ്. തന്ത്രിക്കെതിരെ തെളിവിന്റെ കടുകുമണിയോളം പോലുമില്ല. തന്ത്രി നിരപരാധിയാണ്. നമ്പിനാരായണൻ സാർ 50 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം 40, അതായത് തികച്ചും നിരപരാധിയായ ശ്രീ നമ്പിനാരായണൻ ജയിലിൽ കിടന്നതിന് ശേഷം 41 ദിവസമാണ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് കള്ളക്കേസിൽ ജയിലിൽ കിടന്നത്. അതിന്റെ വസ്തുതകളാണ്, അതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായ രണ്ട് വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. ശബരിമലയിൽ യുവതി പ്രവേശന നീക്കം തടഞ്ഞതിലുള്ള പ്രതികാരമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റിന് പിന്നിലെന്ന് ജാമ്യാപേക്ഷയിൽ തന്ത്രിയുടെ വാദം. തന്ത്രിയുടെയും SIT-യുടെയും വാദങ്ങളുടെ പൂർണ്ണ വിവരം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചതിൽ SIT-ക്ക് വലിയ വീഴ്ച സംഭവിച്ചു. പാളികൾ കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ല എന്നായിരുന്നു SIT-യുടെ വാദം. ഇതൊരു കള്ളന്മാരാണ്. അതേസമയം പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചു. SIT-ക്ക്, അതായത് SIT ആഭ്യന്തര വകുപ്പിന്റെ താഴെ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ടീമാണ്. SIT എന്ന് വിളിച്ചാലും പോലീസ് തന്നെയാണല്ലോ. അപ്പൊ ശ്രീ പിണറായി വിജയന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും താല്പര്യത്തിൽ അവർക്ക് നേരെ ചോദ്യങ്ങൾ വന്നു. പ്രത്യേകിച്ച് സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ തുടങ്ങിയ പാട്ടുകൾ വന്നപ്പോ അവർക്ക് ദേഷ്യം വന്നതാണ്. ആ ദേഷ്യം തന്ത്രിയോടാണ് തീർത്തത്. ആ പാട്ടിൽ തന്നെ ഞാൻ പറയുകയുണ്ടായി, സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്നതിനേക്കാൾ സഖാക്കൾ ഉണ്ടേ അയ്യപ്പ എന്ന് പറയുന്നതായിരുന്നു നല്ലത്. എല്ലാ സഖാക്കളും മോശമൊന്നും ഇവിടെ ആർക്കും അഭിപ്രായമില്ല. പക്ഷേ സഖാക്കളാണേ അയ്യപ്പ ഇത്തരം പാട്ടുകൾ കൊണ്ട് അവർ ഇലക്ഷൻ തോറ്റു, ദേശീയായി. അപ്പം പ്രതികാരം ചെയ്യാൻ ഏറ്റവും ഈസി തന്ത്രിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അനന്തകൃഷ്ണൻ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അനന്തൻ, ഈ രണ്ടു കൂട്ടരുടെയും വാദങ്ങളുടെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭ്യമായിരിക്കുകയാണ്. എന്താണ് ഇതിൽ പറയുന്നത്? എന്തുകൊണ്ടാണ് തെളിവുകൾ നിരത്താൻ SIT-ക്ക് കഴിയാതെ പോയത്? തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട്. അതിന് വലിയ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും വേണ്ട. ഒരു തെളിവില്ല. കടുക് മണിയോളം പോലും തെളിവില്ല. കടുക് മണിയോളം. ഗുഡ് മോർണിംഗ് മോത്തി. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ പ്രതിയായിരുന്ന, റിമാൻഡിൽ കഴിഞ്ഞിരുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് 2 കേസുകളിലും ജാമ്യം ലഭിച്ചത്. ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഉത്തരവിന്റെ കുറച്ചു ഭാഗങ്ങൾ ഇന്നലെ മാതൃഭൂമി ന്യൂസ് നൽകിയിരുന്നു. അതിൽ തന്ത്രിക്കെതിരെ തെളിവ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജാമ്യം നൽകിയത്. ഈ ജാമ്യം ഹർജിയുമായി ബന്ധപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. ആ വാദപ്രതിവാദത്തിന്റെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ നൽകുന്നത്. അതിൽ തന്ത്രിയുടെ വാദം, അതുപോലെ തന്നെ അതിനെ ഖണ്ഡിക്കുന്ന SIT-യുടെ വാദം, അത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വളരെ ദുർബലമായിരുന്നു SIT-യുടെ കോടതിയിലെ നടപടികൾ എന്നുള്ളത് ഈ ഇരുകൂട്ടരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിൽ ദുർബലമെന്നല്ല, ഏറ്റവും ദുർബലം അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ലെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക, എന്തൊക്കെ കള്ളമാണ് SIT ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങളാണ്.
നിങ്ങൾ ഹിന്ദു ആകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യാനി ആകാം, കമ്മ്യൂണിസ്റ്റുകാരനാകാം, കോൺഗ്രസ്സുകാരനാകാം, BJP കാരനാകാം, മുസ്ലിം ലീഗുകാരനാകാം, ആപ്പാകാം, ഏത് വേണമെങ്കിലാകാം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങളുടെ എക്സ്റ്റന്റ്. ഗുരുതരമായ ചില ആരോപണങ്ങളാണ് തന്ത്രി ഈ ഹർജി നൽകിയ ശേഷം വാദങ്ങളായി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം, അതായത് തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കാൻ തന്ത്രിയുടെ അഭിഭാഷകർ നിരത്തിയ വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ പ്രതിയാക്കിയതും അറസ്റ്റ് ചെയ്തതും പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് നീക്കം നടന്നിരുന്നു. ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്നത്തെ സർക്കാരിന്റെ താല്പര്യത്തിന് വേണ്ടി ഈ യുവതീ പ്രവേശനം നടത്തിയത്. അതിനെ ശക്തമായി നേരിടുകയും അത് ആ നീക്കത്തെ താൻ തകർക്കുകയും ചെയ്തിരുന്നു. കറക്റ്റാണ്. ഇനി ആ വിഷയത്തിൽ അന്ന് താഴവൺ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി ദേവകി അന്തർജനം, എന്റെ മുത്തശ്ശിയാണ് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇദ്ദേഹത്തിന് എന്നോട് അതിന് നീരസം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ് എന്തിനാണ് ഇത്രയും സീനിയറായ അന്തർജനത്തെ അങ്ങോട്ട് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പരസ്യമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഞാൻ കുറെ കൂടെ അഗ്രസീവായ സ്റ്റാൻഡ് എടുക്കുന്നു, അസേർട്ടീവായ സ്റ്റാൻഡ് എടുക്കുന്നു, പുള്ളി കുറെ കൂടെ സാത്വികനാണ്. പക്ഷെ കള്ളക്കേസിൽ ഒരാളെ കൊടുക്കുകയല്ലേ, എന്തൊരു വലിയ അനീതിയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. കള്ളക്കേസിൽ ഒരു തന്ത്രിയെ കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വേദനയും വിഷമകരമുള്ള കാര്യമല്ലേ. ഇനി പണിക്കർജിയുടെ കൂടെ വീഡിയോ കാണാം. പണിക്കർജിയെ ആദ്യം മുതലേ ഒരുപാട് പേർ നീ തന്ത്രിയെ വെളുപ്പിക്കുന്ന എന്തിനാന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീജിത്ത് പണിക്കർജിയും ഞാനും 100 കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണം, നിമിഷപ്രിയ വിഷയത്തിൽ ഞാൻ ഇദ്ദേഹത്തെ ആക്രമിച്ചതാണ്. നിമിഷപ്രിയ കാന്തപുരം വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല. ഇദ്ദേഹം തിരിച്ച് ഹണി റോസിന്റെയും ബോബി ചെമ്മണ്ണൂറിന്റെ അടക്കം പല വിഷയങ്ങളിൽ എന്നെ ആക്രമിച്ചിട്ടുള്ളതാണ്. പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കോടതി വിധികളൊക്കെ, ഇംഗ്ലീഷിലെ കോടതി വിധികൾ ആഴത്തിൽ പഠിച്ച് പലതവണ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അത് മലയാളത്തിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രീജിത്ത് പണിക്കർ ചെയ്യുന്ന ആ സേവനം സ്തുത്യർഹമാണ്. അത് ശ്രീ ദിലീപിന്റെ കേസിൽ നമ്മൾ കണ്ടു. അദ്ദേഹത്തിനെതിരെ ചില തീവ്ര ഫെമിനിസ്റ്റുകൾ കേസ് കൊടുക്കാൻ പോയി. ശ്രീ ദിലീപിന്റെ കേസിൽ, തന്ത്രിയുടെ കേസിൽ ശ്രീജിത്ത് പണിക്കർ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ തന്ത്രിക്ക് വാജിവാഹനത്തിന്റെ വിഷയത്തിൽ സത്യം പുറത്തു കൊണ്ടുവന്നത് ശ്രീജിത്ത് പണിക്കർ എന്ന വ്യക്തിയാണ്. അവിടെയാണ് പണിക്കർജിയോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ നന്മയുടെ വസ്തുനിഷ്ഠതയുടെ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഏറ്റവും ആദരിക്കുന്നത് അവിടെയാണ്. 2 കേസുകളിൽ, ഒന്ന് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട കേസ്, രണ്ടാമത്തേത് കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ട കേസ്. ഈ രണ്ടിലും പ്രതിയാക്കിയിട്ട് അവിടുത്തെ തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് ശരിയായിട്ടുള്ള നിയമ നടപടികളുടെ അടിസ്ഥാനത്തിലല്ല അറസ്റ്റ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറഞ്ഞിരിക്കുന്ന വാദങ്ങളെല്ലാം ദുർബലമാണ് എന്നുമായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ. കുറച്ചുകൂടെ പുള്ളി അക്കാഡമീഷ്യനാണ്. ഞാൻ സ്ഥിരം പറയും, അതായത് പുള്ളി കമലഹാസന്റെ ആളാണ്, ഞാൻ വിജയുടെ ആളാണ്. ഈ വാദം ദുർബലമൊന്നുമല്ല, വാദങ്ങൾ പൊട്ട തെറ്റാണ്, കള്ളത്തരമാണ്. പക്ഷെ പുള്ളി കുറച്ചുകൂടെ അക്കാഡമിക്കും ഇന്റലക്ച്വലുമായി പറയുന്നതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വാദങ്ങൾ ദുർബലമാണെന്ന്. യഥാർത്ഥത്തിൽ വാദങ്ങൾ ശുദ്ധ അസംബന്ധമാണ് എന്നാണ് പറയേണ്ടത്. എന്നാൽ അതിനെ തുടർന്ന് തന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ആൾക്കാരുടെ പോസ്റ്റുകൾ ഉണ്ടായി. ഞാൻ പങ്കെടുത്ത ചാനൽ ചർച്ചകളുടെ വീഡിയോ വരുന്ന സമയത്ത് യൂട്യൂബിൽ അതുമായി ബന്ധപ്പെട്ട കമന്റുകൾ ഉണ്ടായി. തന്നെയുമല്ല, എന്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള കുറേയധികം ആൾക്കാർ എന്നെ നേരിൽ വിളിച്ചതിന് ശേഷം, നോക്കൂ, ഇങ്ങനെ തന്ത്രിയെ സപ്പോർട്ട് ചെയ്തിട്ട് പറയരുത്, ഇവരൊക്കെ തന്നെ കള്ളന്മാരായിരിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഞാൻ ആൾക്കാരോട് പറഞ്ഞത്, ഞാനിവിടെ നിയമത്തിന്റെ വഴി മാത്രമാണ് നോക്കുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള മതിയായ കാരണങ്ങൾ അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഈ തെളിവ് പോരാ എന്നാണ്. ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള തെളിവുകൾ, തന്ത്രിക്ക് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് തെളിയിക്കുക, തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പീരീഡിൽ വലിയ തുകകളുടെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക, അത് വിശദീകരിക്കാനായിട്ട് തന്ത്രിക്ക് കഴിയാതെ വരിക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന രീതിയിലേക്ക് നമുക്ക് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും അദ്ദേഹത്തെ ഞാൻ പിന്തുണയ്ക്കില്ല എന്നും ഞാനത് പറഞ്ഞിരുന്നു. ഇന്നിപ്പോ അന്ന് ഞാൻ പറഞ്ഞിരുന്ന അഭിപ്രായം എന്താണോ ആ അഭിപ്രായം തന്നെയാണ് ശരി എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം തന്ത്രിയെ അദ്ദേഹം കൊടുത്ത ആദ്യത്തെ ജാമ്യാപേക്ഷയിൽ തന്നെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത്. ഇതിൽ തന്നെ SITക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തന്ത്രിയെ ഈ കാര്യത്തിൽ പ്രതി ചേർക്കാനായിട്ടുള്ള ഒരു തെളിവിന്റെ കണിക പോലും ഈ കാര്യത്തിൽ കാണാനില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ വളരെ അക്കാഡമിക്കും ഇന്റലക്ച്വലുമായ ഭാഷയിൽ
പറയുന്നത് കുറച്ചുകൂടെ സാധാരണക്കാർ, നമ്മളെല്ലാം സാധാരണക്കാരാണ്, ആ ഭാഷയിൽ പറയാം. തന്ത്രിക്കെതിരെ കള്ളക്കേസാണ്, തന്ത്രിയെ കുടുക്കിയതാണ്, തന്ത്രിക്കെതിരെ കടുകുമണിയോളം പോലും തെളിവില്ല. മൂന്നാമത്തേത് കോടതി വിധിയിലുള്ളതാണ്. യൂഷ്വലി കോടതികൾ അങ്ങനെ എഴുതില്ല, പക്ഷെ കോടതി പോലും ശക്തമായിട്ട് എഴുതിയതാണ്. കാരണം കോടതിക്കൊരു ഭാഷയുണ്ട്, ഫോർമൽ ലാംഗ്വേജ്, നമ്മുടെ സി പണിക്കരൊക്കെ പറയുന്നത് പോലെ. പക്ഷെ ആ കോടതി പോലും സഹികെട്ട് എഴുതിയതാണ്, തന്ത്രിക്കെതിരെ കടുകുമണിയോളം പോലും തെളിവില്ല. ഞാൻ കുറച്ചുകൂടെ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ശബരിമല തന്ത്രിയെ കുടുക്കിയതാണ്. ഹിന്ദുക്കളെ അപമാനിക്കാൻ, അയ്യപ്പ വിശ്വാസികളെ അപമാനിക്കാൻ, കോടിക്കണക്കിന് ഭക്തരുള്ള ശബരിമല തന്ത്രിയെ കുടുക്കിയതാണ്. ഇതിന് കാലം കണക്ക് ചോദിക്കും.